സത്യം പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ്. കാരണം ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓബ്വിയസ്ലി പോസ്റ്റ്മോർട്ടം അറിയാലോ, ഞാനൊരു സ്ത്രീയോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ആ രീതിയിലേക്ക് മാറുന്നത് എപ്പോഴാണ്? ഞാനൊരു ആക്സിഡൻ്റൽ ബിസിനസ് വുമൺ ആണ്. അവിടെയാണ് എൻ്റെ ഹസ്ബൻഡാണ് ഒരു റാൻഡം സംസാരത്തിൽ ഞങ്ങൾ എനിക്ക് ഒരു സാരിക്കാരൊക്കെ അയച്ചെന്നാൽ പിന്നെ നീ ഒരു സാരി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അഹല്യ തുടങ്ങി കഴിഞ്ഞപ്പോൾ എത്ര രൂപയായിരുന്നു ഫസ്റ്റ് മൂലധനം? എപ്പോഴെങ്കിലും ഒരു അധ്യാപികയായിരുന്നു, ഇത്രയും എഡ്യൂക്കേഷനുള്ള ആളായിരുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ നിന്ന് ഒരുപാട് മാറിയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിലുള്ള എല്ലാ സ്കിൻ ടോണിലുള്ള ആൾക്കാരെയും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഓൾസോ ഇൻക്ലൂഡഡ് ട്രാൻസ്ജെൻഡർ. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു മോഡൽസിന്റെ ഫിഗറുള്ള ഒരാളല്ല അഹല്യ. ഇത് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊരു നെഗം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനില്ല. എനിക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ ഞാനിടും. അത് എൻ്റെ കളറിന് ചേരുവോ ഇല്ലയോ, കളർ ഒരു പ്രശ്നമല്ല. ഇവള് കുറേ സാരിയായിട്ട് വരും, ഇതെന്തിനു കൊള്ളാം, ഒരെണ്ണം പോലും അവൾക്ക് ചേരുന്നില്ല. അറ്റ്ലീസ്റ്റ് മുഖം കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന പോലത്തെ കളറെങ്കിലും ഇട്ടൂടെ. പൊക്കമില്ല. മൂത്ത മോളുടെ പേര് പ്രകൃതി, രണ്ടാമത്തെ മോളുടെ പേര് ഭൂമി. എല്ലാവരും ചോദിക്കുന്ന പോലെ രണ്ടാമത്തെ മോളുടെ പേരാണ് ഭൂമി എന്നുള്ളത് ബ്രാൻഡിൽ ഇട്ടിരിക്കുന്നത്. അതെ, പ്രകൃതിയുടെ പേരിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഒരു ക്ലോത്തിങ് സാരി സ്റ്റോർ എന്നുള്ള മറ്റൊരു ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് മൂവ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത്. കൂടുതലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരു ബ്രാൻഡായിട്ട് വളരാനാണ്. അപ്പോൾ എൻ്റെ ബ്രാൻഡ് സ്റ്റോറി പറയാൻ ഞാൻ വരും. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു യുവ സംരംഭകയാണ്, ഒരു വനിതയാണ്. ഒരുപാട് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. എന്നാൽ തൻ്റെ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുകയും പിന്നീട് ഒരു സംരംഭകയാവുകയും ചെയ്ത അഹല്യ തൻ്റെ BA MA B.Ed പഠനം കഴിഞ്ഞ ഒരു കോളേജ് അധ്യാപികയായിരുന്നു. ഇന്ന് അവർ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച തൻ്റെ ജീവിതം അവിടെ നിന്ന് കിട്ടുന്ന സമയം കൊണ്ട് അവർ ഒരു സംരംഭകയായി, ഭൂമി എന്ന ബ്രാൻഡിന്റെ സാരഥിയായി. കേൾക്കാം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ. അഹല്യ, സ്വാഗതം. സ്പാർക്കിൻ അഹല്യ, സ്വാഗതം. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്. ഭൂമി തുടങ്ങിയപ്പോൾ മുതലുള്ള വീഡിയോസ് കാണുന്നുണ്ട്, ഹസ്ബൻഡിന്റെയും മക്കളുടെ ഒപ്പമുള്ള വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനേക്കാൾ ഉപരി നല്ലൊരു അധ്യാപികയായിരുന്നു അല്ലേ? അതെ. എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് കോട്ടയം BCM കോളേജാണ്. അത് കഴിഞ്ഞിട്ട് PG ചെയ്തത് സെക്രട്ടറി ആർട്ട് കോളേജ് തേവര. പിന്നെ അത് കഴിഞ്ഞ് B.Ed ചെയ്തു. നാടൊക്കെ എവിടെയപ്പോ? നാട് എൻ്റെ അച്ഛൻ്റെ വീട് കട്ടപ്പനയാണ്. കട്ടപ്പനക്കാരിയാണ്. അതെ. ടോട്ടലി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന നാട്ടുകാരെയൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ പോലീസിലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ അച്ഛൻ എവിടെ പോകുന്നു, അച്ഛൻ അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. പിന്നെ എന്നാലും എൻ്റെ ഒരുവിധം സ്കൂളിങ് ഫുൾ കുട്ടിക്കാനത്തായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10th +2 വരെ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത്, പിന്നെ എറണാകുളത്തേക്ക് വന്നു. അപ്പോഴേക്കും അച്ഛൻ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് വെച്ചാണ് അച്ഛൻ റിട്ടയർ ആവുന്നത്. SA ആയിട്ടാണ് റിട്ടയർ ആവുന്നത്. അവിടെ വെച്ച് കല്യാണം കഴിഞ്ഞു. അവിടെ വെച്ച് കല്യാണം കഴിഞ്ഞു. അച്ഛൻ പോയ എല്ലായിടത്തും ഓരോ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അത് കഴിഞ്ഞിട്ട് B.Ed ഓൾസോ ഇൻ ഇംഗ്ലീഷ്. എവിടെയായിരുന്നു അധ്യാപിക എന്ന് പറഞ്ഞു? എവിടെയായിരുന്നു? ഞാൻ MES കോളേജ് മാറമ്പള്ളി ആലുവ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് റിസൈൻ ചെയ്യുന്നത്. എന്തായിരുന്നു റിസൈൻ ചെയ്യാനുള്ള കാരണം? ഇത്രയും നല്ലൊരു പ്രൊഫഷൻ, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള് കരിയർ ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കരിയർ ഉപേക്ഷിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ്. കാരണം ചെറുപ്പം തൊട്ട് എൻ്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് എനിക്ക് ടീച്ചർ ആവണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അതേപോലെ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം കൊണ്ടുവന്നു. ഞാൻ ആ പ്രൊഫഷനിൽ കയറി, സെറ്റും ഞാൻ ക്ലിയർ ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെറിയ കോംപ്ലിക്കേഷൻസ് വന്നു. ആ സമയത്ത് ഞാനൊരു ചെറിയ ബ്രേക്ക് ജോലി നിന്ന് എടുത്ത ഒരു 5-6 മാസം, അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി കഴിയുന്നവരെ എന്ന് പറഞ്ഞൊരു ബ്രേക്ക് എടുത്തു. എനിക്ക് ഓൾറെഡി മൂത്ത മോൾക്ക് അപ്പോൾ 3-4 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 11 മാസമായപ്പോൾ ഞാൻ തിരിച്ച് ജോലിക്ക് പോയി തുടങ്ങിയതാണ്. ഈ ബ്രേക്കിനാണ് ഞാനും അവളും കൂടെ ഭയങ്കര ഒരു റാപ്പുമായി. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ അവൈലബിൾ ആവണം. എനിക്കൊക്കെ എൻ്റെ അമ്മ നമ്മുടെയൊക്കെ ശരിക്കും നിങ്ങൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ അമ്മമാർ ആ സമയത്ത് ജോലിക്ക് പോകുന്നവർ വളരെ കുറവാണ്. നമ്മൾ ഫുൾ ഓൺ അമ്മമാരുടെ കൂടെ ആയിരിക്കും വളർന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ മിസ്സിങ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഏതെങ്കിലും ഒരു പേരൻ്റ് മക്കളുടെ കൂടെ വേണം. അത് അപ്പോൾ അവരവരുടെ ചോയ്സാണ്. അത് അവർ വർക്ക് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല. അതും അവരുടെ ചോയ്സാണ്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ എൻ്റെ കുട്ടികളോട് ഇരിക്കണം,
ഞാൻ അവർക്ക് അവൈലബിൾ ആവേണ്ട ആളാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ വലിയൊരു ഡിസിഷൻ എടുത്താണ് റിസൈൻ ചെയ്യുക. ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. വേറെ എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എല്ലാവരും ജോലിക്ക് പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ശരിക്കും ബിസിനസ് തുടങ്ങണം എന്ന് പോലും എൻ്റെ മനസ്സിലില്ല. ഞാൻ ബ്ലാങ്ക് ആയിട്ട് അങ്ങ് ജോലി രാജിവെക്കുമായിരുന്നു. ജോലി രാജിവെച്ച മക്കളെ നോക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് വീട്ടിലിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അത്രയും നാള് പാറിപ്പറും നടന്നിട്ട് ആ ഒരു ലൈഫിനെ എങ്ങനെ നോക്കിക്കണ്ടു? ഭയങ്കര ആദ്യം എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. പോകും തോറും ആൻഡ് ഐ വാസ് ഓൺ. ആ ഒരു സമയത്ത് ഞാൻ പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യത്തെ 2 മാസം എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു. ഇളയ ആളുടെ ഡെലിവറി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയും പോയി. ഞാനും ഈ 2 പിള്ളേരും, ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക്, ഓബ്വിയസ്ലി പോസ്റ്റ്മോർട്ടം അറിയാലോ, ഞാനൊരു സ്ത്രീയോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ആദ്യത്തെ സമയത്ത് എനിക്ക് ചെറിയ കുട്ടിയോട് പോലും എനിക്ക് ദേഷ്യം തോന്നുകയും, ജോലി നിർത്തി എന്നുള്ളതല്ല, എനിക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങളും. അങ്ങനെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു രണ്ടാമത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ധാരണയില്ല. എനിക്ക് വേറൊന്നും അറിയാനും പാടില്ല, പഠിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ്. ഞാൻ പഠിച്ച സബ്ജക്റ്റ് ലിറ്ററേച്ചറാണ്. അത് വെച്ചിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. എപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ആ രീതിയിലേക്ക് മാറുന്നത്? എപ്പോഴാണ്? ഞാനൊരു ആക്സിഡൻ്റൽ ബിസിനസ് വുമൺ ആണ്. എല്ലാം ഒരു ആക്സിഡൻ്റലാണ് എൻ്റെ ലൈഫിൽ നടന്നേക്കുന്നത്. പക്ഷെ അതൊക്കെ എനിക്ക് നന്നായിട്ടാണ് ഭവിച്ചേക്കുന്നതെന്ന് ഞാൻ പറയും. പറഞ്ഞ പോലെ ഞാൻ പണ്ട് തൊട്ടേ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഭയങ്കര ഒരു ഫൺ ലവിങ് ആണ്. ഇപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്ത് തുടങ്ങിയതല്ല, ഞങ്ങൾ തന്നെ, നമ്മളെല്ലാവരും നമുക്കിഷ്ടമാണല്ലോ ഈ സിനിമയിൽ ആക്ടേഴ്സ് പാട്ടുപാടിയൊക്കെ അഭിനയിക്കുമ്പം നമുക്കും അതുപോലെ ചെയ്യണം. ബസ്സിലൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ടാൽ നമ്മളിങ്ങനെ നമ്മളെ തന്നെ, അത് എല്ലാവരും ചെയ്യുന്നില്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ടിക്ടോക്കിൻ്റെ സമയത്ത് വീഡിയോസ് ചെയ്യുമായിരുന്നു. അത് കുറച്ച് പേരൊക്കെ കണ്ട് ആൾക്കാരൊക്കെ നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ടിക്ടോക്ക് നിരോധിച്ചു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ മൂത്ത മോളുടെ സമയത്ത് ഞാൻ പേരൻറ്റിങ് റിലേറ്റഡ്, ഞാൻ പർപ്പസ്ഫുള്ളി പേരൻറ്റിങ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തതല്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ ഒരു പേരൻ്റ് ആയി കഴിയുമ്പം നമുക്ക് കുറേ റെവലേഷൻസ് വരുമല്ലോ. അപ്പം ഞാൻ അവരെ സെൽഫായിട്ട് ഭക്ഷണം കഴിക്കാനും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരു കണ്ടൻ്റായിട്ട് എടുത്ത് ചെയ്തതല്ല. പക്ഷെ അത് ആൾക്കാരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, കുട്ടികളെ നോക്കുന്നത് എങ്ങനെ. എൻ്റെ 2ാമത്തെ മോൾ 8 മാസം തൊട്ട് തനിയെ ഭക്ഷണം കഴിക്കും. അവളുടെ ഇപ്പം മൂത്ത കുട്ടി LKG പഠിക്കുന്നത്. രാവിലെ കുളിച്ച് റെഡിയായി ഫുഡും കഴിച്ചു വരും. ഞാൻ യൂണിഫോം വന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എനിക്ക്. അത്രയും സെൽഫ് റിലയൻ്റ് ആണ് അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ഐ സ്റ്റാർട്ട് ഡോക്യുമെൻറ്റിങ്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സന്തോഷം ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ സാരി ആണ് ഞാൻ ഇട്ടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് കൊളാബ്സൊക്കെ, ഈ കൊളാബറേഷൻ, ഇപ്പം അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഒരു 2-3 വർഷം മുന്നേ വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉള്ള, അതായത് 30K അത്ര ഫോളോവേഴ്സ് ഉണ്ടായിട്ടും എനിക്ക് പ്രൊമോഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അവിടെയാണ് എൻ്റെ ഹസ്ബൻഡാണ് ഒരു റാൻഡം സംസാരത്തിൽ ഞങ്ങൾ, നിനക്ക് ഒരു സാരിക്കാരൊക്കെ ചെന്നാൽ പിന്നെ നീ ഒരു സാരി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ വെറുതെ പറഞ്ഞതാ. അവിടെ നിന്നാണ് ഞങ്ങൾ ആ ഒരു ഡയലോഗിൽ നിന്നാണ് ഞങ്ങൾ ഇതിന് വർക്ക് ചെയ്യാൻ. ഹസ്ബൻഡ് പ്രവീണിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലേ ഇങ്ങനെ തുടങ്ങിയ സത്യമാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാ. നമ്മൾ ഭയങ്കരമായിട്ട് കൂലങ്കുശമായിട്ട് ആലോചിച്ച് കുറിപ്പ് എഴുതി സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നും ഞങ്ങളുടെ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ വാ ചെയ്തേക്കാം, ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. എനിക്ക് അഹല്യയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. കാരണം അഹല്യനെ പോലെയൊക്കെ ഒരുപാട് പേര് മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരൻസിന് വേണ്ടിയിട്ട് ആ കരിയർ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് വീട് മിസ് ചെയ്യാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തത് വിജയിപ്പിച്ച് കാണിച്ച ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റും കൂടെ ഉണ്ട്. കാരണം ഞാൻ ഭൂമി കാണാനുള്ള ഒരു റീസൺ തന്നെ, ഞാൻ അഹല്യയുടെ വീഡിയോസ് ഇങ്ങനെ റാൻഡംലി കാണും. പെട്ടെന്നാണ് അവിടെ നിന്നൊരു കൊളാബ് പോയിരിക്കുന്നത്, ഒരു അഹല്യ പ്രവീണീസ് വിത്ത് ഭൂമി എന്ന് പറഞ്ഞിട്ട് പേജിലേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഭൂമി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അപ്പോൾ അഹല്യ തുടങ്ങി കഴിഞ്ഞപ്പോൾ എത്ര രൂപയായിരുന്നു ഫസ്റ്റ്? നിങ്ങൾ ഇങ്ങനെ തുടങ്ങി, അപ്പോൾ എത്ര രൂപയായിരുന്നു ഫസ്റ്റ് മൂലധനം? 50,000 രൂപയാണ് ആദ്യം നമ്മൾ ഇട്ടത്. അതൊന്നും നമ്മൾ പ്ലാൻഡ് ഒന്നുമില്ലായിരുന്നു 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നും. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ഞാൻ ജോബ് റിസൈൻ ചെയ്തപ്പോൾ ഒബ്വിയസ്ലി പുള്ളിയുടെ സാലറിയാണ് നമ്മുടെ ഫാമിലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സേവിങ്സും ബാങ്ക് ബാലൻസും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കിത് പ്ലാൻ ചെയ്തു. സോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ആൻഡ് ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ദിവസം അൺപ്രൊഡക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ്സാണ്. അപ്പം ഇന്നത്തെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു, അത്
വീട്ടുപണി മാത്രമാണ് ചെയ്തതെങ്കിൽ അതും എനിക്ക് സ്ട്രെസ്സാണ്. കാരണം വീട്ടിലെ കാര്യങ്ങൾ മാത്രം അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ, അതെനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അതെനിക്ക് അങ്ങനെ ആയി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ബിസിനസ് ചെയ്യാമെന്നൊരു പ്ലാൻ ഇട്ടത്. അപ്പോഴും നമ്മുടെ അടുത്ത് പൈസയൊന്നും ഇല്ല, ഇങ്ങനെ എത്ര രൂപ എടുത്ത് മുടക്കാൻ അങ്ങനെയൊന്നും നമ്മുടെ അടുത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ യൂട്യൂബ്, എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചത്, നിങ്ങൾ നോർത്തിൽ പോയോ? നമ്മൾ എവിടെയും പോയിട്ടില്ല. യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും അങ്ങനെയുള്ള കുറേ കോണ്ടാക്റ്റുകൾ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സിം എടുത്തു, ഇരുന്ന് അങ്ങോട്ട് വിളിച്ചു. നമുക്ക് ലാംഗ്വേജ് അറിയാൻ പാടില്ല, ഇവരെവിടെയാ, ഇവരുണ്ടോ, സത്യത്തിലുള്ള പേരാണോ ഇവർ പറയുന്നത്, ഒന്നും അറിയത്തില്ല. വിളിച്ച് 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 അങ്ങനെ കുറച്ച് പേരെ നമുക്ക് കണക്റ്റായി. പിന്നെ എനിക്കൊന്ന് രണ്ട് ഫ്രണ്ട്സ് ടെക്സ്റ്റൈൽ ബിസിനസ് തന്നെ ചെയ്യുന്നവർ നോർത്തിലുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ അവിടെ സ്ഥാപനങ്ങളുണ്ടോ. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സൂം ചെയ്ത് അതെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് 50,000 രൂപയുടെ ഓർഡർ കൊടുത്ത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, അച്ഛനോടോ അമ്മയോടോ ഫ്രണ്ട്സിനോടോ ആരോടും പറഞ്ഞില്ല. കാരണം ഈ പെട്ടിയിൽ വരാൻ പോകുന്നത് വല്ല ഇഷ്ടികയാണോ കല്ലാണോ ഒന്നും അറിയാൻ വയ്യ, ക്വാളിറ്റി എന്താ, നമ്മൾ കണ്ട സാധനമാണോ ഇവർ അയക്കുന്നത്, ഈ ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ അറിയില്ല. ഫൈനലി ഐറ്റം വന്നു, ആദ്യത്തെ പാക്കറ്റ് പൊട്ടിച്ചു. അപ്പോൾ ഭാഗ്യം കൊണ്ട് സാരിയാണ് അങ്ങനെ തുടങ്ങിയ ബിസിനസ്. ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്വാളിറ്റി ആയിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പോൾ അവിടെ തന്നെ ടെക്സ്റ്റൈലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ അവരോട് പോയിട്ട് ക്വാളിറ്റി, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെപ്പാടെ അറിയുന്ന കോട്ടൺ, സിൽക്ക്. ഈ സിൽക്കിൽ തന്നെ പല വിധം ഉണ്ടെന്നൊക്കെ ഇപ്പം അറിയാം. അപ്പം ഈ തൊട്ട് നോക്കി ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാനുള്ള അതെനിക്കില്ല, നമ്മൾ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരോട് നമ്മൾ ഈ ഫാബ്രിക് ഒക്കെ കൊണ്ട് കാണിച്ചു. നമുക്ക് ആകെ അറിയാവുന്ന പിള്ളേരൊരു വലിയ പാരഗ്രാഫ് എഴുതി വെച്ച് 5-ൽ 3 മാർക്ക് ഇട്ട് കൊടുക്കണം. അത് തന്നെ, കറക്റ്റ്. അതിലെന്തെങ്കിലും റെഡ് വരയ്ക്കാനുണ്ട് വരച്ചു വിടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അത്രയാണ് നമുക്ക് അറിയുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയി അവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ആക്ച്വലി പിടിച്ചു നോക്കിയാൽ അറിയാം ഏത് ഫാബ്രിക് ആണ്. അതിലോട്ട് ഒരു വർഷം കൊണ്ട് ഞാൻ വന്നതെന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഈ സാരി പൊട്ടിച്ചു, കാരണം അടുത്ത ആൾക്കാർ ചിന്തിക്കും ഇത് എന്ത് ചെയ്തു. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇടാൻ പറ്റും. ഇപ്പം എനിക്കും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അക്ഷയ്ക്കും വിജിലിന് ആർക്ക് വേണമെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് മേടിച്ച് നമ്മളതിൽ മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് നമുക്കത് വിൽക്കാൻ പറ്റും. പക്ഷേ വിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്, ചെറിയ ടാസ്ക് അല്ല. ഇപ്പം ഈ മേടിച്ച് വെച്ച 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റെടുത്തു? ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് അതിലൊരു ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പൊതുവെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെയ്യാവുന്നത് ചെയ്തു, അടുത്തത് എന്താ, എൻ്റെ ഒരു റോങ് സൈഡ് ആണെന്നും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്താ അത് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കില്ല. ഞാനിതെടുത്തു, അത് സെയിലാവും എന്ന് എനിക്കറിയാം. സെയിലായില്ലെങ്കിൽ അപ്പോൾ നോക്കാം, അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഐ ഹാവ് കോൺഫിഡൻസ് ഓൺ മൈ ഫോളോയിങ്. എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ബിക്കോസ് അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്, അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം ചേച്ചി. ഞാൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാൻ പറ്റും, യൂണിവേഴ്സൽ ചേച്ചി ഫിഗറാണ്. ഇപ്പം ലുലു മോളിൽ റീസെൻ്റ്ലി ഞാൻ ചെന്നപ്പോഴത്തേക്കും ഒരു അത്യാവശ്യം എന്നേക്കാൾ നല്ല ഏജുള്ള ഒരാൾ ഓടി വന്ന്, അത് ഞാൻ വളരെ ചെറുതാണല്ലോ വലിപ്പത്തിൽ, നല്ല വലിയൊരാളാണ്, എൻ്റെ അടുത്ത് വന്ന് ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പം തന്നെ എനിക്ക് ചേച്ചിയോ, ഏജിൻ്റെ മാത്രമല്ല നമുക്ക്, പക്ഷേ പീപ്പിൾ സംഹൗ അവരെന്നെ ഒരു ചേച്ചി എന്നുള്ളൊരു ഫിഗറായിട്ട് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ആൻഡ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സാരിയുടെ ഫോട്ടോയോ സാരി കൊടുത്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടോ ഒന്നുമല്ല. ഞാനിങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയാണെന്ന് ഞാൻ 2 സാരി ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടേ പാക്കറ്റ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തവരെ എനിക്ക് ഓർഡർ വന്നു. ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്ത് അന്നല്ല ഒരു 1.5 മണിക്കൂർ എനിക്ക് 10 ഓർഡറായി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്ത് തോന്നി? കാരണം പലപ്പോഴും പല ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ചെറുതാണെങ്കിൽ. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ചെറുതിലെ നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടോ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി, ആരെങ്കിലും കീഴിൽ പോയി വർക്ക് ചെയ്യണ്ടെന്നെങ്കിലും തമാശക്ക് പറഞ്ഞിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് മൊമെന്റാ. ഈ ഒരു 1.5 മണിക്കൂറിൽ 10 ഓർഡർ കിട്ടിയപ്പോ എന്ത് തോന്നി?
ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയി. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ അമ്മയോ അല്ലെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അനിയത്തിയാരും ഹല്ലി ഒരു കാര്യം തുടങ്ങിയില്ലേ നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കും, ഒരാഴ്ചക്കുള്ളിൽ ഒരു 5-10 ഓർഡർ കിട്ടുമായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ എൻ്റെ ധാരണേനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് കിട്ടുന്നൊരു പ്രിവിലേജാണ്. പക്ഷേ അത് എൻ്റെ ഒരു പോസിറ്റീവാണ്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് അവരുടെ ഒരു ലിമിറ്റേഷനുമാണ്. ഞാനിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ്സിൽ നല്ലതായിട്ട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കണ്ട് വേറൊരാൾ സ്റ്റാർട്ട് ചെയ്താൽ അവർക്കൊരു പക്ഷേ ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ അതവരുടെ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു റിസ്ക് ഫാക്ടർ. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകേണ്ടി വന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം. പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് പേര് എന്നോട് നിരന്തരം ഇപ്പം ഇന്നും കൂടി രാവിലെ എനിക്കൊരു 6 മെസ്സേജെങ്കിലും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടങ്ങണം, എങ്ങനെയാണ് തുടങ്ങണ്ടേ, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം ഇതാണ്. ഇപ്പം എന്ന് വെച്ച് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുമല്ല, നമ്മൾ ആ പറയുന്നവരൊക്കെ എന്നെപ്പോലെ വളരെ സാധാരണക്കാരാണ്. അപ്പോൾ അവരൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇത്ര സെയിൽ വന്നില്ലെങ്കിൽ അവർക്കതൊരു ലോസ് ആയാൽ അതിൽ ഞാനും കൂടെ പാർട്ടാണല്ലോ. അത് എന്നെ അഫക്റ്റ് ചെയ്യും. അതെന്നെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അവരോട് പറയും. ഇപ്പം എനിക്ക് ഇത്രയും ഈവൻ എനിക്കൊരു 100K ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ട്, എന്നിട്ട് എനിക്ക് ഇത്ര ഓർഡേഴ്സേ കിട്ടുന്നുള്ളൂ ആക്ച്വലി. അപ്പം അങ്ങനെ പോലും ഒരു ബേസ് ഇല്ലാത്ത ഒരാളിനെ ആൾക്കാർ എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം? അപ്പം ആദ്യം നമ്മൾ അവരിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമ്മൾ സോഷ്യൽ മീഡിയയിലോ നമ്മൾ എങ്ങനെയൊരു ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് എനിക്ക് കിട്ടിയത് ഒരു ബോണസാണ്. പക്ഷെ നിങ്ങൾക്ക് പതിയെ കിട്ടുള്ളൂ. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്യരുത്. തുടങ്ങുവാണെങ്കിൽ നഷ്ടങ്ങൾ വരും, പക്ഷെ നമ്മളത് മുന്നോട്ട് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലിറങ്ങാവുള്ളൂ എന്ന് ഞാൻ പറയും. ഒരുപാട് സിംഗിൾ മദേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊരു നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നിവൃത്തിയില്ല എന്ന് പറയുമ്പം അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് റേസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് മന്ത്ലി ഒരു എമൗണ്ട് സാലറി പോലെ കിട്ടത്തൊന്നുമില്ല ഇതിൽ നിന്ന്. ഈ മാസം നല്ല സെയിലുണ്ടാവും, അടുത്ത മാസം ഒരു സെയിൽ വന്നില്ല എന്നിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയും, ഇതൊരു റിസ്ക്കാണ്. എനിക്കൊരു ബ്ലെസ്സിങ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. മേ ബി അവരുടെ ശരീരത്തിൽ കിടക്കുന്ന ഏറ്റവും അവസാനത്തെ പൊന്നൂരി പണയം വെച്ചിട്ട് വിട്ടിട്ടോ ആയിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതും എനിക്കത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യമാണ്. അവർ പിന്നീട് എന്നോടത് പറയും, ചേച്ചി ഇങ്ങനെയാ ചെയ്തേ, അതിപ്പോൾ ഞങ്ങൾക്ക് സെയിലില്ല എന്ന് പറയുമ്പോൾ പെട്ടുപോയില്ലേ. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് അവരോട് മെൻ്റലി എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് റിസ്ക് ഉള്ള കാര്യമാണ്. അത് അറിഞ്ഞു വെച്ചോണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. പക്ഷേ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ കൊച്ചി മോംസ് കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ്, ഞാൻ ഇന്നലെ ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അത്രയും മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഇത്രയും ആണല്ലേ? ഓക്കെ. എനിക്ക് അതിനെ കുറിച്ച് അത്ര ഫെമിലിയർ അല്ലായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ ഇത്രയും പേര് അതിനകത്ത് ഉണ്ടെന്നുള്ളത് ഭയങ്കര ഇപ്പൊ നമുക്ക് പയ്യെ മെസ്സേജസ് വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരു വുമൺ ഓൺട്രപ്രണർ ആണല്ലോ. അപ്പൊ നമ്മളുടെ അടുത്ത് എങ്ങനെ ചെയ്യാ, എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു അധ്യാപികയായിരുന്നു, ഇത്രയും എഡ്യൂക്കേഷനുള്ള ആളായിരുന്നു, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ സാരി വെക്കുന്ന സംരംഭകയാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു മേഖലയിൽ നിന്ന് ഒരുപാട് മാറിയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എനിക്കെപ്പോഴും അധ്യാപനമാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനോടും പറയാറുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പം ഇതൊക്കെ ഫ്ലറിഷ് ചെയ്ത് എനിക്ക് സ്റ്റാഫിനെയൊക്കെ വെച്ച് നിർത്താൻ പാകമായി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പോകുമെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നത്, ടീച്ചിങ് പോലൊരു അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് തുണിക്കച്ചവടം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സാരി കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇപ്പം ഓൺട്രപ്രണർ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് സ്റ്റിൽ അതിനെ അതൊരു നല്ലൊരു പ്രൊഫഷൻ ആയിട്ടല്ല. അധ്യാപികക്ക് കിട്ടുന്ന റെസ്പെക്ട് ഒരു ഓൺട്രപ്രണർക്ക് കിട്ടണമെങ്കിൽ ടൈം എടുക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈവൻ എൻ്റെ പേരൻസ് ആണെങ്കിലും പലർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പം ആദ്യം ഞാനും ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് എനിക്ക് ഇന്ന ഫെസിലിറ്റി വേണം, ഇന്ന രീതിയിലേ വീഡിയോ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം യൂസ്വൽമേയോ എന്തെങ്കിലും കാണിക്കുക അല്ലയോ, സാരി സെയിലായ പോലെ. പക്ഷെ അതല്ല, നമുക്കൊരു പൊസിഷനുണ്ട്, നമ്മൾ അതിന്ന് താഴോട്ടല്ല, നമ്മൾ അതിന്ന് എപ്പോഴും മുകളിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പം ഞാൻ എവിടെയാണോ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതിൽ ഗിൽറ്റില്ല.
അല്ല ഇപ്പൊ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, 2 അമ്മമാരെയും വെച്ചിട്ട് മറ്റേ ഭൂമിയുടെ ഓണത്തിന്റെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അവരുടെ ഫേസിലുണ്ടായിരുന്നു ഒരു പ്രൗഡ്. അല്ല അക്സെപ്റ്റൻസ് ഇല്ലായില്ല. ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈവൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ ഡെഫിനറ്റ്ലി അവർക്കുണ്ടാവും, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ ഞാൻ, അപ്പോൾ ടീച്ചറാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യം ഇത് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്നും ഇവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ മെൻ്റലി എൻ്റെ പേരൻസൊക്കെ ഇത്രയും പഠിപ്പിച്ചില്ലേ, അതൊരു ഒബ്വിയസ്ലി ഒരു ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എത്ര സെയിലൊക്കെ ചെയ്യുന്നുണ്ടാകും ഒരു വീക്കൊക്കെ നോക്കി? നമുക്ക് ഇപ്പം ഓണത്തിൻ്റെ സമയം ആയാലും നല്ലോണം നമുക്ക് സെയിലുണ്ട്. അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിൽ ഒരു 20-25 അത്രയൊക്കെ വരും. ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. അതിന് ഒരുപാട് വളരട്ടെ. വേറൊരു കാര്യം, വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു മോഡൽസിന്റെ ഫിഗറുള്ള ഒരാളല്ല അഹല്യ. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊരു നെഗറ്റീവ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ട കാര്യമാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വന്തമായി ഒരു സാരി ബ്രാൻഡ് തുടങ്ങി, സ്വന്തമായി മോഡലായി, എപ്പോഴെങ്കിലും അങ്ങനൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ എൻ്റെ മോഡലായത്. ഇപ്പം ഈ വർഷം നമ്മളുടെ ഫസ്റ്റ്, ഞാനൊരു ഡിസൈനർ അല്ല, ഇതിലൊരു ഫീൽഡും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാക്കപ്പൂ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ഓണത്തിന് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ സ്വന്തം ഡിസൈൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പം ഐ വാസ് വെരി പെർട്ടിക്കുലർ. ഇതുവരെയുള്ള പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ ഈ ഒരു തീമിൽ തന്നെ നമ്മൾ ഈ ഒരു ഓഫ് വൈറ്റ് കളർ, പൊതുവെ എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ എന്നെ ലൈറ്റ് കളേഴ്സ് എടുപ്പിക്കത്തുള്ളായിരുന്നു. പിന്നെ ചിലർക്ക് കറുത്ത സ്കിന്നാണെങ്കിൽ വെള്ള ചേരില്ല, അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട്. ഇതൊക്കെ ഒരു ധാരണകളാണ്. ഇപ്പം ഞാൻ വേറെ ഇതേക്കുന്നത് എനിക്കല്ലല്ലോ കാണാൻ പറ്റുക, അത് അതർ പേഴ്സൺ. അപ്പോൾ അവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിട്ടിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അതിൽ പോകാമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാക്കപ്പൂവിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത സമയത്തും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഡാർക്ക് സ്കിന്നാണ്. അതായത് നല്ല കറുത്ത ഒരാളിൽ ആണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. അവിടുന്ന് ലൈറ്ററായി ഫെയർ ആയിട്ടുള്ള ഒരാൾ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിലുള്ള എല്ലാ സ്കിൻ ടോണിലുള്ള ആൾക്കാരെയും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഓൾസോ ഇൻക്ലൂഡഡ് എ ട്രാൻസ്ജെൻഡർ. ഈ ഒരു പർപ്പസ്ഫുള്ളി അവർ ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലെറ്റ് ഇറ്റ് ബി മോഡലിംഗ് അല്ലെങ്കിൽ ഫാഷൻ, ഇതിലൊന്നും ഇന്ന ആൾക്കാർക്ക് മാത്രം ഉള്ളതാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ലോകത്ത് എല്ലാവരും ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിനും പാർട്ടാകുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഹൈറ്റ് ഇല്ലെന്നുള്ളതോ അല്ലെങ്കിൽ കളർ കുറവാണെന്നോ കളർ കൂടുതലാണെന്നോ ഉള്ള ഒരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാക്കപ്പൂവിൻ്റെ ഡിസൈൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് വന്നത്. പിന്നെ ഞാനാണെങ്കിലും പർപ്പസ്ഫുള്ളി എന്നെ തന്നെ മോഡലാക്കാനുള്ള ഒരു റീസൺ ഇസ്, ഇപ്പം നമ്മൾ ഇപ്പം മേ ബി ഒരു 2-3 വർഷമായിട്ട് ഡസ്കി സ്കിൻ ടോണുകാർക്ക് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻ്റെ സ്കിൻ ടോൺ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം മോഡൽസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫെയർ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ചേരുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ സ്കിന്നിന് ചേരണമെന്നില്ല. അങ്ങനെ വളരെ തെറ്റായിട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എനിക്കത് നിർബന്ധമായിരുന്നു. എൻ്റെ സാരി സ്റ്റോറിൽ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനില്ല. എനിക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ ഞാനിടും. അത് എൻ്റെ കളറിന് ചേരുവോ ഇല്ലയോ, കളർ ഒരു പ്രശ്നമല്ല. കളർ എല്ലാവർക്കും ഉള്ളതല്ലേ. കറുത്ത ആൾക്കാർക്ക് ഇന്ന കളർ, വെളുത്ത ആൾക്കാർക്ക് അങ്ങനെയല്ല. കളർ ഇസ് ഫോർ എവരിബഡി. എനിക്കിപ്പം ഓറഞ്ച് ഇട്ടുണ്ടെങ്കിൽ ഞാനിടും. ഞാൻ കറുത്തതായത് ഓറഞ്ച് ഇട്ടരുത് എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം അതുപോലെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിട്ട് കാണുമ്പോൾ അവരുടെ ഡൗട്ട് അങ്ങ് മാറുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മോഡലായത്. അപ്പം അത് എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും ഞാൻ ഉടുത്ത് കണ്ടിട്ട് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ആ കളർ ഇട്ടപ്പോഴാണ് ഈ കളർ നമുക്ക് ചേരുമല്ലേ എന്ന് തോന്നിയത്. അപ്പം അതും എനിക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. കാരണം എനിക്കൊരു കാലം ഉണ്ടായിരുന്നു ഈ കളർ ചേരത്തില്ല എന്ന് പറഞ്ഞ് ഈ കളർ ഇടാത്തതും. ഈവൻ എൻ്റെ പല്ലത്ര ഒരു നല്ല നിരയായ പല്ലല്ല. അപ്പോൾ എനിക്ക് ചിരിക്കാൻ ഓരോ കാലത്ത് ഞാൻ ചിരിക്കത്തില്ലായിരുന്നു, പല്ല് കാണിച്ച് ചിരിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ പല്ലും എൻ്റെ ഈ ലുക്കും ഈ സോ കോൾഡ് സ്റ്റീരിയോടിപ്പിക്കലി നോട്ട് അക്സെപ്റ്റഡ് ആ ഒരു ഇതിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. എൻ്റെ ബ്രാൻഡ് റൺ ചെയ്യുന്നത്. ഞാനിപ്പം ഡൂയിങ് വീഡിയോസ്, അത് മില്യൺസ് ഹിറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൽ പരം ഇനി എന്താ നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ? ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നാണ്. അത്
അത് നമ്മൾ അതും ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള ഡയലോഗ്. ആ ഒരു സൗന്ദര്യം അല്ലെ മനസ്സ് അങ്ങനെയൊന്നും ഇല്ല. ഒരു ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിവിജ്വൽ, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. അവർക്ക് സൗന്ദര്യം ഉണ്ടോ സൗന്ദര്യം ഇല്ലേ, മനസ്സ് നന്നോ നന്നല്ലേ, അതൊന്നുമല്ല. അവരുടെ വ്യക്തിത്വം എന്താണ് അതിലാണ് അവർ. അപ്പം ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പം ഈ കോമൻസ് ചെയ്യാന്നുള്ളത് അവരുടെ ഫ്രീഡം ആണ്. നമ്മൾ ആൾക്കാരുടെ ഒരു ധാരണ എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നവർക്ക് ഇത് കേൾക്കേണ്ടത് അവർ ഉത്തരവാദിത്തമാണെന്നാണ്. നിങ്ങൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈവൻ എനിക്കും ഫേസ്ബുക്കിൽ നിന്ന് കൂടുതലും എനിക്ക് വരുന്നത്, ഇവള് കുറേ സാരിയായിട്ട് വരും, ഇതെന്തിനു കൊള്ളാം, ഒരെണ്ണം പോലും അവൾക്ക് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് മുഖം കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന പോലത്തെ കളറെങ്കിലും ഇട്ടൂടെ, പൊക്കമില്ല. പൊക്കമില്ലാത്തത് പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ നേരിട്ട് ഈ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ വന്നൊരു കമൻറ്റാണ്, ലൈക്ക് എൻ്റെ ആരോ ഒരാൾ പോസ്റ്റ് ചെയ്തേക്കുക, സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്, യു ലുക്ക് സോ നൈസ്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ കമൻറ്റ് ചെയ്തേക്കുക, ഷീ ഈസ് ജസ്റ്റ് ഫോട്ടോജനിക്. അവർ ഫോട്ടോജനിക് ആണ്, അവർക്ക് പൊക്കമൊന്നുമില്ല, ഭയങ്കര ചെറുതാണ്, അവർ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലൊന്നും അല്ല. അപ്പം ഞാൻ ആലോചിക്കണേ, എന്തിൻ്റെ ആവശ്യമുണ്ട് അവർക്ക് ഒരു നല്ലത് പറയുമ്പം അതിനിടയിൽ വന്നിട്ട് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ പറഞ്ഞ വ്യക്തിക്ക് പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുകൊണ്ട് ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇത് കേട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പം ഇപ്പം എനിക്കുള്ളൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറുപടി പറയണ്ട, വേറെ ആൾക്കാർ കൊടുത്തോളും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിയെന്നുള്ളതിൽ ഞാൻ വളരെ ഓക്കെയാണ്, ഹാപ്പിയാണ്. നമ്മളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നല്ലേ? അതെ, ഒന്നും ബാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതും എന്നെ കുറച്ചുകൂടെ ബോൾഡ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ആദ്യം വന്ന ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു, നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പം ഇത് കേൾക്കും എന്നുള്ളത്. കാരണം ജനിച്ചപ്പോൾ തൊട്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അഹല്യ ഒരു പോലീസുകാരൻ്റെ മകളായിട്ട് ജനിച്ചു, ഒരു സാധാരണ സ്കൂളുകളിൽ പഠിച്ച് ഒരു അധ്യാപികയായി മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. ഒരുപാട് കുട്ടികളെ കണ്ടുകൊണ്ടിരുന്ന, ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്ന അധ്യാപിക രണ്ട് സ്വന്തം മക്കളായ 2 പേർക്ക് വേണ്ടിയിട്ട് ലൈഫ് മാറ്റിവെച്ചു. പിന്നീട് അവിടുന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി. അങ്ങനെ ഇപ്പോൾ ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, സ്വന്തമായിട്ടൊരു സാരി ബ്രാൻഡ് നടത്തുന്നു. അങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കടന്നു പോയിട്ടുള്ളത്. ഒരു പ്രൗഡ് മൊമെന്റ് നമ്മുടെ എല്ലാവരുടെ ലൈഫിലുണ്ടാകും. ഞാൻ എല്ലാവരോടും തന്നെ ഇപ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ചോദിക്കാറുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ പ്രൗഡ് മൊമെന്റ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അഹല്യ എന്ത് പറയും? ബിസിനസ് തുടങ്ങിയ പിന്നെ ഒരുപാട് പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ സെൽഫായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സന്തോഷം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പഠിച്ച കോളേജിൽ ഞാനൊരു ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അത് എത്ര പേർക്ക് ഇത്ര വേഗം കിട്ടുമെന്ന് എനിക്കറിയില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാത്തിലും പ്രസംഗം, പദ്യപാരായണം, ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരാളായിരുന്നു. അതിനുശേഷം ഞാൻ സ്കൂള് മാറി. ഈ മാറിയ സ്കൂള് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. അവിടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ കുറേ ആളുകൾ ഓൾറെഡി സെറ്റാണ്. അപ്പം അവരുടെ ഇടയിലോട്ട് നമ്മളെ അവർ അങ്ങോട്ട് ഒക്യുപ്പൈ ചെയ്യുന്നില്ല. ഈവൻ അവിടെ തൊട്ടാണ് എനിക്ക് സ്കിൻ കളറിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡാൻസ് എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസിന് ചേർന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടാണല്ലോ ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ എൻ്റെ കാലിൻ്റെ കളർ കണ്ടിട്ട് 2-3 പിള്ളേരിങ്ങനെ കറുത്ത കളറാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ കേട്ടു, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സോക്സ് ഇട്ടിട്ടാണ് പിന്നെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങി, പിന്നെ എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ എപ്പോഴും ടീമാവുമ്പം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ അല്ല ഞാൻ എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ടീമിലാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ ഡാൻസ് അങ്ങ് നിർത്തി. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി ഞാൻ സ്കൂളിൽ മൊത്തത്തിൽ ഇനാക്റ്റീവായി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ. പിന്നീട് ഞാൻ കോളേജിൽ പോയിട്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയത്. കോളേജിൽ നിന്ന് കിട്ടിയ ഭയങ്കര സപ്പോർട്ട് എൻ്റെ ടീച്ചേഴ്സ്. ഇപ്പം ഞാൻ പഠിച്ചത് BCM കോളേജ് കോട്ടയത്താണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ വെച്ചിട്ട് ഒബ്വിയസ്ലി നമ്മൾ അവിടെയും കുറച്ച് നമുക്ക് പേടിയാണ്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. വിമൻസ് കോളേജിലാണ് പഠിച്ചത്. എല്ലാത്തിലും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാനും നമ്മൾ കോളേജിൽ ഭയങ്കര അടിപൊളി ഒരു ലൈഫായിരുന്നു. പിന്നീട് അവിടെ നിന്ന് വന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ റൺ ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ ടീച്ചർ എന്നെ വിളിക്കുക, അഹല്യ ഇവിടെ ഗസ്റ്റായിട്ട് വരണം,
ഒരു ഇവന്റിന് 3 അലുമിനൈസിനാണ് വിളിക്കുന്നത്. അതിലൊരാൾ അഹല്യയാണ്. ഇതിൽ പരം എനിക്ക് ആ സമയത്ത് എങ്ങനെ റിപ്ലൈ ചെയ്യണം, മിസ്സിനോട് എന്ത് പറയണം എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം എപ്പോഴും ഞാൻ എൻ്റെ BCM കോളേജ് ടീച്ചേഴ്സിനോടൊക്കെ താങ്ക്ഫുൾ ആണ്. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഫ്രണ്ടിലിരിക്കുകയാണ്, എന്നോട് ചോദ്യം ചോദിക്കുകയാണ്, ഇതിലോട്ട് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അഹല്യ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഞാൻ പഠിച്ച കാലത്തുള്ള പോലെ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, PG കുട്ടികളുടെ മുന്നിൽ ഒരു സ്റ്റേജിൽ ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, അവർക്കൊരു ഊർജം കൊടുക്കുകയാണ്, മുന്നോട്ടുള്ള അവരുടെ ലൈഫിൽ പോകാനുള്ള അവർക്ക്. എന്നോട് എൻ്റെ ടീച്ചർ പറയാണ്, അഹല്യ ഒന്നും അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരോട് നന്നായി സംസാരിക്കുക, അവർക്ക് എനർജി കൊടുക്കണം എന്നൊക്കെ പറയുമ്പം അതിൽ വരും എന്ത് പ്രൗഡ്. ഇനിയിപ്പം എന്തൊക്കെ എൻ്റെ ലൈഫിൽ വന്നാലും നമ്മളെപ്പോഴും ചരിത്രമാണ്. കാരണം നമ്മുടെ അധ്യാപകരെന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണ്. അപ്പം എനിക്കറിയാം എൻ്റെ ഒരു കുട്ടി ഒരു ലെവലിൽ എത്തുന്നത് എനിക്ക് ചിലപ്പോൾ ഇന്ന കാര്യം ചെയ്യുകയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു പ്രൗഡ്. അപ്പം എൻ്റെ അധ്യാപകർ ഞാൻ കാരണം അവർ പ്രൗഡായി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് എന്താ ഉള്ളത്. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മൂത്ത മോളുടെ പേര് പ്രകൃതി, രണ്ടാമത്തെ മോളുടെ പേര് ഭൂമി. എല്ലാവരും ചോദിക്കുന്ന പോലെ രണ്ടാമത്തെ മോളുടെ പേരാണ് ഭൂമി എന്നുള്ളത് ബ്രാൻഡിൽ ഇട്ടിരിക്കുന്നത്. അതെ, പ്രകൃതിയുടെ പേരിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? പ്രകൃതിയുടെ പേരിലുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി, പക്ഷെ അത് നമ്മൾ അതിന്റെ പണികൾ തുടങ്ങിയിട്ടില്ല. അതായത് ഞങ്ങളുടെ വീട്, ഞങ്ങള് ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 4 പേരുടെ ഒരു ലോകം ഭയങ്കരമായിട്ട് ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം അതിൽ ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് ഞങ്ങളുടെ വീട്. അത് ഞങ്ങൾ കല്യാണം കഴിച്ച ഞങ്ങളുടെ മൂത്ത മോള് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴേ ഞങ്ങൾ ഇവളുണ്ടായി, ഇവൾക്ക് ഈ പേരിട്ടപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു പ്രകൃതി എന്നായിരിക്കും നമ്മുടെ വീടിൻ്റെ പേര്. പ്രകൃതിയോട് ഇണങ്ങി. അത് അങ്ങനത്തെ ഒരു മോഡേൺ ഹൗസ് ആയിരിക്കത്തില്ല, കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള. അപ്പം ആ പ്രകൃതി എന്നുള്ള പേരിന് ചേരുന്ന ഒരു വീടായിരിക്കും. അതുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വളരെ ഇങ്ങനെ എടുത്താണല്ലോ ഭൂമി എന്നുള്ള ബ്രാൻഡ്. അപ്പം പിന്നെ നമുക്ക് കൺഫ്യൂഷൻ അല്ലേ ഏത് പേരിടണമെന്ന്. അതിപ്പോൾ പ്രകൃതിക്കും അറിയാം ഓൾറെഡി പ്രകൃതി എന്നുള്ള. അപ്പോൾ അവൾക്കും അതുകൊണ്ട് കുഴപ്പമില്ല. അവളിപ്പോൾ ആരെങ്കിലും ചോദിക്കും, ആൾക്കാർക്ക് പിന്നെ പിള്ളേർക്ക് അതെങ്ങനെ അഫക്റ്റ് ആവുമെന്നൊന്നും അറിയില്ലല്ലോ. അമ്മ പ്രകൃതിയുടെ പേരിട്ടിട്ടില്ല, ഭൂമിയുടെ പേര് ഇട്ടേക്കുന്ന. എല്ലാം ചോദിക്കുമ്പോൾ വളരെ ഞങ്ങൾക്ക് വീടുണ്ട്, അതിൻ്റെ പേര് പ്രകൃതി എന്നാണ്, അതുകൊണ്ടാണ് അമ്മയുടെ സാരി സ്റ്റോറിന് ഭൂമിന്ന് ഇട്ടെന്ന്. അപ്പം തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറഞ്ഞേക്കണം. അത് പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഈ പ്രസ്ഥാനം ഇനി ഒരുപാട് വളരട്ടെ. ഒരുപാട് വീട്ടമ്മമാർക്ക് മാതൃകയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ യാത്ര ഇനിയും തുടരട്ടെ. ഈ യാത്രയിൽ മുന്നോട്ട് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു സ്റ്റോറി, ഇനിയും വളർന്നതിൻ്റെ ഒരു സ്റ്റോറി പറയാൻ ഒന്നോടെ നമുക്ക് ഈ ഹോട്ട് സീറ്റിൽ വരാം. എന്തായാലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഇപ്പം സാരി സ്റ്റോറുകളുടെ ഒരു കാലമാണ്. ഒരു ക്ലോത്തിങ് സാരി സ്റ്റോർ എന്നുള്ള മറ്റൊരു ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് മൂവ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത്. കൂടുതലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും നമ്മൾ ഒരു ബ്രാൻഡായിട്ട് വളരാനാണ്. അപ്പോൾ എൻ്റെ ബ്രാൻഡ് സ്റ്റോറി പറയാൻ ഞാൻ വരും. തീർച്ചയായിട്ടും ഈ ഹോട്ട് സീറ്റ് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. അതെ, അപ്പം അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.